ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 2 പീരിയോഡിക് ടേബിളാണ് സ്റ്റഡി വിത്ത് മീ ആനുവൽ എക്സാം പ്രിപ്പറേഷനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മെൻഡലീവിനെ പറ്റിയാണ് പഠിക്കുന്നത്. മെൻഡലീവാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. മെൻഡലീവാണ്. മെൻഡലീവ്സ് പീരിയോഡിക് ലോ ഉണ്ട്. അത് അറ്റോമിക് മാസിനെ ബേസ് ചെയ്തുള്ള ലോ ആയിരുന്നു മെൻഡലീവ്സ് പീരിയോഡിക് ലോ. ഇനി മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം കറക്ഷൻ ഓഫ് അറ്റോമിക് മാസ്. അദ്ദേഹം അറ്റോമിക് മാസ് തിരുത്തി. ബെർലിയത്തിൻ്റെ 13.5 ആയിരുന്നു, അദ്ദേഹം 9 തിരുത്തി. അറേഞ്ച് ദി എലമെൻറ്റ്സ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. അദ്ദേഹം പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങൾ അറ്റോമിക് മാസിൻ്റെ വർദ്ധിച്ചു വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ച് തയ്യാറാക്കി. ലേണിംഗ് കെമിസ്ട്രി മെയ്ഡ് ഈസിയർ. രസാന്തര പഠനം കൂടുതൽ എളുപ്പമാക്കുവാൻ സാധിച്ചു. പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെൻറ്റ്സ് ആൻഡ് ലെഫ്റ്റ് വേക്കൻറ്റ് സ്പേസ് ഫോർ ദം. അപ്പോൾ എന്തൊക്കെയാണ്? പുതിയ മൂലകങ്ങളുടെ പ്രവചനം, അവരുടെ സ്വഭാവത്തെ പറ്റി പ്രവചിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി കുറച്ച് സ്പേസ് ലെഫ്റ്റ് ചെയ്തിരുന്നു, ഇടം ഒഴിച്ചിടുകയും ചെയ്തു. അപ്പം മെറിറ്റ്സ് ഏതൊക്കെയാണ്? കറക്ഷൻ ഓഫ് അറ്റോമിക് മാസ് തിരുത്തി. അറേഞ്ച് എലമെൻറ്റ്സ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൻ്റെ വർദ്ധിച്ചു വരുന്ന ക്രമത്തിൽ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സ് മൂലകങ്ങൾ ക്രമീകരിച്ചെഴുതി. ലേണിംഗ് കെമിസ്ട്രി മെയ്ഡ് ഈസിയർ. രസാന്തരം പഠനം എളുപ്പമാക്കി. പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെൻറ്റ്സ് ആൻഡ് ലെഫ്റ്റ് വേക്കൻറ്റ് സ്പേസ് ഫോർ ദം. പുതിയ മൂലകങ്ങളുടെ പ്രവചനം നടത്തുകയും അവർക്ക് ഒഴിഞ്ഞ ഇടം നൽകുകയും ചെയ്തു. ഇനി ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൻ്റെ ഡീമെറിറ്റ്സ്. എലമെൻറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡഡ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. മൂലകങ്ങൾ വ്യത്യസ്ത സ്വഭാവമുള്ളവരെയും ഒരേ ഗ്രൂപ്പിൽ ഇരുത്തി. ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ഈസ് നോട്ട് ഫോളോഡ് ഇൻ കറക്റ്റ് വേ. വ്യത്യസ്ത ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഇരുത്തിയത് കൂടാതെ അറ്റോമിക് മാസിൻ്റെ വർദ്ധിച്ചു വരുന്ന രീതിയിലാണ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയെന്ന് പറഞ്ഞത്. പക്ഷേ എല്ലായിടത്തും ആ ഒരു ക്രമം ശരിയായ രീതിയിൽ പിന്തുടരുന്നില്ല. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? എലമെൻറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡഡ് ഇൻ സെയിം ഗ്രൂപ്പ്. വ്യത്യസ്ത ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ഈസ് നോട്ട് ഫോളോഡ് ഇൻ ദി കറക്റ്റ് വേ. അറ്റോമിക് മാസിൻ്റെ വർദ്ധിച്ചു വരുന്ന ക്രമം ശരിയായ രീതിയിൽ പിന്തുടരുന്നില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഡീമെറിറ്റ്സ്, പരിമിതികൾ. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൻ്റെ ഡീമെറിറ്റ്സ് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ മെൻഡലീവ് പീരിയോഡിക് ടേബിളിൻ്റെ വേറെ ഒരു പരിമിതി, ഡീമെറിറ്റ്സ് എന്ന് പറയാൻ നമുക്കറിയാം, ഐസോടോപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് അറ്റോമിക് മാസ് ഉള്ളവരാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷന്, വ്യത്യസ്ത അറ്റോമിക് മാസ് ഉള്ളവരായതുകൊണ്ട് അവയ്ക്ക് ഓരോന്നിനും പീരിയോഡിക് ടേബിളിൽ പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. ഉദാഹരണമായി നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളെ പറ്റി പഠിച്ചായിരുന്നു. H11, H12, H13 ആണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ. അപ്പോൾ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഇവയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം അസൈൻ ചെയ്യാൻ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രത്യേക ഒരു പൊസിഷൻ പീരിയോഡിക് ടേബിൾ അസൈൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഹെൻറി മോസ്ലി വരുന്നത്. എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റൊക്കെ നടത്തി, പരീക്ഷണമൊക്കെ നടത്തി. അങ്ങനെ മനസ്സിലാക്കി എലമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ മൂലകങ്ങളുടെ പ്രോപ്പർട്ടീസ്, മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും അവരുടെ അറ്റോമിക് നമ്പറുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോയെ റിവേഴ്സ് ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്ന ലോയാണ് മോഡേൺ പീരിയോഡിക് ലോ. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? ഹെൻറി മോസ്ലി കൊണ്ടുവന്നതാണ് മോഡേൺ പീരിയോഡിക് ലോ. ദി കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പോൾ എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? ആധുനിക പീരിയോഡിക നിയമം എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ദി കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. മോഡേൺ പീരിയോഡിക് ലോ, ആധുനിക പീരിയോഡിക് നിയമം ബൈ ഹെൻറി മോസ്ലി. മെറിറ്റ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ.
ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ. മോസ്ലി വാസ് പർട്ടിക്കുലർലി അബൌട്ട് ഇൻക്ലൂഡിംഗ് എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തുവാൻ മോസ്ലി ശ്രദ്ധിച്ചു. 2. In the modern periodic table, the elements are arranged in the ascending order of their atomic numbers. ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുന്നു. 3. Elements are arranged on the basis of atomic number. This kind of irregularity in atomic mass is irrelevant in modern periodic table. ഇവിടെ ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുന്നതിനാൽ അറ്റോമിക് മാസിൻ്റെ തരത്തിലുള്ള ക്രമരാഹിത്യം പ്രസക്തമല്ല. അപ്പോൾ 3 പോയിൻറ്റ്സ് ആണ് മെറിറ്റ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. എന്താണ്? ഒരേ സ്വഭാവമുള്ളവരെ ഒരേ ഗ്രൂപ്പിലിരുത്തി, സാമാന്യ ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഇരുത്തുവാൻ മോസ്ലി ശ്രദ്ധിച്ചു. 2. അദ്ദേഹം എലമെൻസിനെ അറേഞ്ച് ചെയ്തത് അസെൻഡിങ് ഓർഡറിലാണ്. അറ്റോമിക് നമ്പർ കൂടി വരുന്ന രീതിയിലാണ് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തത്. ആരോഹണ ക്രമത്തിലാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ പോയിന്റ്, അദ്ദേഹം എലമെൻസിനെ എന്തിൻ്റെ ബേസിലാണ്? അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് അറ്റോമിക് മാസിൽ വരുന്ന ഇറഗുലാരിറ്റി ഒന്നും അവിടെ ബാധിക്കുകയില്ല. ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതിന് അറ്റോമിക് മാസിൻ്റെ ക്രമരാഹിത്യം ഇവിടെ പ്രസക്തമല്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ മൊത്തത്തിൽ 118 മൂലകങ്ങളാണ് ഉൾപ്പെടുത്തിയുള്ള പീരിയോഡിക് ടേബിളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് പീരിയോഡിക് ടേബിൾ. ഇതിൽ 7 പീരീഡും അതുപോലെ തന്നെ 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്. പീരീഡ് ഹൊറിസോണ്ടലായിട്ടുള്ള ഇങ്ങനെയുള്ളവയാണ് പീരീഡ് എന്ന് പറയുന്നത്. 1, 2, 3, 4, 5, 6, 7. 7 പീരീഡും 18 ഗ്രൂപ്പ്. 1, 2, 3, 4, 5, 6, 7 അങ്ങനെ തുടങ്ങി 18 ഗ്രൂപ്പുകളുമാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ളത്. 7 പീരീഡും 18 ഗ്രൂപ്പുകളും അടങ്ങിയതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗ്രൂപ്പ് 1 ആണോ ഗ്രൂപ്പ് 2 ആണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ് 1 ആണെങ്കിൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ, ബാഹ്യമ ഷെല്ലിൽ 1 ഇലക്ട്രോണെ കാണുകയുള്ളൂ. നോക്കൂ, ഇവിടെ ഹൈഡ്രജൻ്റെ ഷെല്ല്, ഒരു ഷെല്ലേ ഉള്ളൂ. ആ ഷെല്ലിൽ തന്നെ 1 ഇലക്ട്രോണേ ഉള്ളൂ. ലിഥിയം നോക്കൂ, 2, 1. സോഡിയം 2, 8, 1. പൊട്ടാസ്യം 2, 8, 8, 1. ഇവിടെ എല്ലാം നോക്കുമ്പോൾ അവസാനത്തെ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണാണ്. അതുകൊണ്ട് ഇവരെ എന്തെന്ന് പറയും? ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആണ് ഇവയെല്ലാം ഏത് ഗ്രൂപ്പിലുള്ളവരാണ്? ഗ്രൂപ്പ് 1. ഇനി ഗ്രൂപ്പ് 2 ഉള്ളവരെ നോക്കൂ. ഗ്രൂപ്പ് 2 എന്ത് തന്നെയാണ്? അവരുടെ ബാഹ്യമ ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കുമ്പോൾ അവിടെ എല്ലാം 2 ഇലക്ട്രോൺസേ ഉള്ളൂ. അങ്ങനെയുള്ളവരെയും എന്താണ് പറയും? ഗ്രൂപ്പ് 2 എന്ന് വിളിക്കും. ചിലപ്പോൾ എക്സ്, വൈ അവരുടെ അറ്റോമിക് നമ്പർ, അല്ലെങ്കിൽ പി, ക്യൂ അവരുടെ അറ്റോമിക് നമ്പർ തന്നിരിക്കും. അപ്പോൾ നമ്മളോട് പറയും അവർ ഏത് ഗ്രൂപ്പിലാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവരുടെ ഇലക്ട്രോണിക് വിന്യാസം എഴുതുക. ഇലക്ട്രോണിക് വിന്യാസം എഴുതിയിട്ട് അവരുടെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസ് 1 ആണെങ്കിൽ അവർ ഗ്രൂപ്പ് 1ഉം, അല്ലെങ്കിൽ അവരുടെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസ് 2 ആണെങ്കിൽ അവർ ഗ്രൂപ്പ് 2ഉം ആയിരിക്കും. ഗ്രൂപ്പ് 1 ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസ് 1 ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പ് 2 ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുമ്പോൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസ് 2 ആയിരിക്കും. അങ്ങനെയുള്ളവർ ഗ്രൂപ്പ് 2-ലും ഉണ്ടാവുന്നത്. പീരിയോഡിക് ടേബിളിൽ 7 പീരീഡും 18 ഗ്രൂപ്പുകളുമാണുള്ളത്. ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ നെയിമുണ്ട്, ഓരോ കുടുംബത്തിനും ഓരോ നെയിമുണ്ട്. ആദ്യത്തെ കുടുംബമായ ഈ ഗ്രൂപ്പ് 1ന് പേരാണ് ആൽക്കലി മെറ്റൽസ്. എന്താണ്? ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പുകാരാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 1 ആൽക്കലി മെറ്റൽസ്, 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 1ൽ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആയിരിക്കും കാണപ്പെടുന്നത്.
ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണെങ്കിൽ അവരുടെ ബാഹ്യമ ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആയിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് ഗ്രൂപ്പ് 2 എന്ന് പറയാം. ഈ ഗ്രൂപ്പ് 1-ലുള്ളവർക്ക് അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആയിരിക്കും. അവർ ആൽക്കലി മെറ്റൽസും ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും വിളിക്കുന്നു. അതുപോലെ തന്നെ 3 മുതൽ 12 വരെയുള്ളവർ സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. 3 മുതൽ 12 വരെയുള്ളവരെ ഗ്രൂപ്പുകാർ സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവരെന്താണ്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് 1ഉം 2ഉം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇനി 13 മുതൽ 18 വരെയുള്ളവരെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇവരെന്താണ്? പി ബ്ലോക്ക് എലമെൻറ്റ്സ്. 13 മുതൽ 18 വരെയുള്ളവർ പി ബ്ലോക്ക് എലമെൻറ്റ്സും 1ഉം 2ഉം എസ് ബ്ലോക്ക് എലമെൻറ്റ്സും 3 മുതൽ 12 വരെയുള്ളവർ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇനി 13ാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് ആണ് ബോറോൺ ഫാമിലി. എന്താണ് 13ാമത്തെ ഗ്രൂപ്പ്? എന്താണ്? ബോറോൺ ഫാമിലി. 14 കാർബൺ ഫാമിലി, 14 കാർബൺ ഫാമിലി. 15 നൈട്രജൻ ഫാമിലി, 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി. 17 ഹാലജൻസ് ആണ്, ഹാലജൻ. 17ൻ്റെ പേര് ഹാലജൻ എന്നാണ്. 18 നോബിൾ ഗ്യാസസ്. 18ാമത്തെ ഗ്രൂപ്പിൻ്റെ പേരാണ് നോബിൾ വാതകങ്ങൾ, നോബിൾ ഗ്യാസസ്. അപ്പോൾ എന്തൊക്കെയാണ്? ആൽക്കലി മെറ്റൽസ് ഗ്രൂപ്പ് 1, ആൽക്കലി ലോഹങ്ങൾ ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 3 മുതൽ 12 വരെയുള്ളത് സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 13 മുതൽ 18 വരെയുള്ളവർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. 13 എന്ന് പറയുന്നത് ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലജൻ ഫാമിലി, 18 നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ വാതകങ്ങളെന്ന് അറിയപ്പെടുന്നു. ഇനി മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, മെയിൻ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 and 2 ആൻഡ് 13 to 18. ഗ്രൂപ്പ് 1ഉം 2ഉം 13 മുതൽ 18 വരെയുള്ളവരെയാണ് മെയിൻ ഗ്രൂപ്പ് മൂലകങ്ങൾ, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 1ഉം 2ഉം 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരെയാണ് നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, മെയിൻ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 1ഉം 2ഉം അതുപോലെ തന്നെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരെയാണ് നമ്മൾ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. 2. They include different types of elements such as metals, non-metals and metalloids. ഇവയിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട മൂലകങ്ങളുണ്ട്. They represent elements belong to different physical states. ഇവ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിലുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്? പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? ദേ ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. ദേ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് സച്ച് ആസ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. ഇവയിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട മൂലകങ്ങൾ ഉൾപ്പെടുന്നു. ദേ റെപ്രസെൻറ്റ് എലമെൻറ്റ്സ് ബിലോങ് ടു ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. ഇവ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിലുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 1ഉം 2ഉം ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ളവരെയാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. താങ്ക് യു.